നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെയും ഒന്നും നൽകിയില്ല. ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി മടങ്ങിയിട്ട് ഇന്നേക്ക് 4 മാസം പിന്നിട്ടു. എന്നിട്ടും കേന്ദ്ര സഹായത്തിൽ തീരുമാനമായില്ല. അടുത്തിടെ പ്രകൃതി ദുരന്തങ്ങളുണ്ടായ സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ വൻ വീതം അനുവദിച്ചിട്ടും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പരിഗണിക്കാതിരിക്കുന്നതിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പുനരധിവാസത്തിന് പണം തടസ്സമാകില്ല. ദുരന്തബാധിതർക്കായി എല്ലാ സഹായവും ചെയ്യും എന്നായിരുന്നു ഓഗസ്റ്റ് 10 വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിനു ശേഷം പറഞ്ഞത്. ദുരന്തത്തിൽ വിറച്ചു നിന്നവരെ ചേർത്തു നിർത്തി പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ വലിയ ആശ്വാസത്തോടെയാണ് ഏവരും കേട്ടത്. എന്നാൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 125 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അർഹതപ്പെട്ട കേന്ദ്ര സഹായം ഇതുവരെയും അനുവദിച്ചിട്ടില്ല. സംസ്ഥാനം വിശദമായ നിവേദനം തന്നാൽ ഫണ്ട് അനുവദിക്കുമെന്നുമാണ് സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 17 1202 കോടി രൂപയുടെ പ്രാഥമിക ധനസഹായത്തിനുള്ള നിവേദനം സംസ്ഥാന സർക്കാർ നൽകി. 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി വിശദമായ നിവേദനം തയ്യാറാക്കി നൽകി. എന്നിട്ടും അടിയന്തര സഹായം പോലും ലഭിച്ചിട്ടില്ല. BJP ഭരണത്തിലുള്ള ഗുജറാത്തിന് കേന്ദ്രം ഈ അടുത്ത് നൽകിയത് 600 കോടി. മുണ്ടക്കൈക്ക് ശേഷം ദുരന്തമുണ്ടായ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയ്ക്കുമായി 3448 കോടി. ആസാമിനും സിക്കിമിനുമായി 11,000 കോടിയും അനുവദിച്ചു. ദുരന്ത മുൻകരുതലായി ബീഹാറിന് 11,500 കോടിയും അനുവദിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്ന് സംസ്ഥാനം നൽകിയ നിവേദനം പരിഗണിക്കാനായി നവംബർ 16 ചേർന്ന ഉന്നതതല സമിതി SDRFന്റെയും NDRFന്റെയും മാനദണ്ഡം അനുസരിച്ച് 153.47 കോടി രൂപയൊഴിച്ചാൽ കേന്ദ്രത്തിൽ നിന്നും മറ്റൊന്നും വയനാടിന് ലഭിച്ചിട്ടില്ല. പൂർണ്ണ പുനരധിവാസത്തിനുള്ള സ്ഥലം കണ്ടെത്തിയെങ്കിലും ഏറ്റെടുത്തിട്ടില്ല. കേന്ദ്ര ഫണ്ടില്ലാതെ പുനരധിവാസം സാധ്യമാകില്ല എന്നിരിക്കെ തീരുമാനം അനിശ്ചിതമായി നീളുന്നതിൽ കടുത്ത പ്രതിഷേധവും ആശങ്കയും ഉയരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പെടുത്താൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അങ്ങനെയെങ്കിൽ പിന്നെയും തീരുമാനം നീളും. ആശങ്ക തിരിച്ചറിഞ്ഞ് സഹായം അനുവദിക്കണമെന്നാണ് ആവശ്യം.